ஹலோ மக்களே, நான் உங்களோட அகில் பேசுறேன். പേടിക്കണ്ട ഗൈസ്, വ്ളോഗ് തമിഴിലാക്കിയതല്ല. സിൻസ് ഐ ആം വിത്ത് മൈ തമിഴ് ഫ്രണ്ട്സ്, ഇൻട്രോ തമിഴിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ടുഡേസ് വ്ളോഗ് ഈസ് ഓൾ അബൌട്ട് എക്സ്പ്ലോറിംഗ് ബാംഗ്ലൂർ പാർട്ട് 2. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ കുറച്ച് ഗെയിംസ് കളിക്കാനായിട്ട് എങ്ങോട്ടെങ്കിലും പോകാനായിരുന്നു. അതിനായി ഞങ്ങൾ ചൂസ് ചെയ്ത് ചർച്ച് സ്ട്രീറ്റുള്ള അമീബയായിരുന്നു. ഇവിടുത്തെ മെയിൻ ഗെയിം എന്ന് പറയുന്നത് ബൗളിംഗ് ആയതുകൊണ്ട് ഞങ്ങളും ബൗളിംഗ് കളിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് നമ്മുടെ നോർമൽ ഷൂവോ ചപ്പലോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അവർ തരുന്ന ഷൂ യൂസ് ചെയ്ത് നമുക്ക് ബൗളിംഗ് കളിക്കാൻ പറ്റും. കൂടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ഓൾറെഡി കളിച്ച എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നപ്പോൾ എനിക്കാണ് പണ്ടം കണ്ടൊരു കളിച്ചൊരു ഓർമ്മ മാത്രം ഉണ്ടായിരുന്നു. നവീനായിരുന്നു എനിക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് അവൻ്റെ ഇറങ്ങോട്ടാ പോയെന്ന് കണ്ടോ ഗൈസ്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ സെറ്റ് തന്നെ അത്യാവശ്യം ബോട്ടിൽസ് ഡ്രോപ്പ് ചെയ്യാൻ എന്നെ കൊണ്ടായിട്ടുണ്ട്. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥയാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റി ഗൈസ്. ആ ഒരു സമയത്ത് നമ്മുടെ ജയറാമേട്ടനെ പോലെ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഇതാണ് ഗൈസ് നിർമ്മൽ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കളിക്കാരൻ. അണ്ണം പണ്ടേ വലിയ കളിക്കാരനാണ്, തെറ്റിദ്ധരിക്കില്ല ഗൈസ്, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഗെയിം എൻ്റെ ആയപ്പോഴത്തേക്കും അസ് യൂഷ്വൽ നിർമ്മൽ ഫസ്റ്റും എനിക്ക് ഫോർത്തും കിട്ടി ഗൈസ്. അങ്ങനെ ഗെയിം എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒടുക്കത്തെ വിശപ്പിന്റെ വിളി. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല, നേരെ ഫുഡ് കഴിക്കാനായിട്ട് മേഘന ഫുഡ്സിലോട്ട് പോയി. അവിടെ എത്തിയപ്പോഴാണ് ഒടുക്കത്തെ തിരക്ക്. നല്ലൊരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് ഗൈസ് ഇത്, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അവസാനം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി, എല്ലാവരുടെ കൂടി ബിരിയാണിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ തിരിച്ചു പോകാനായിട്ട് മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഒരു കീറ്റേ ഷോപ്പ് കണ്ടത്. നിർമ്മൽ ഭയങ്കര ഒരു കോഹ്ലി ഫാനാണ്, അതിന്റെ പ്രശ്നമാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാവരും ഇവിടെ വീട്ടിലോട്ട് റിട്ടേൺ പോയി. എനിക്ക് നാളെ ട്രെയിനിങ് ഉള്ളതുകൊണ്ട് അവരുടെ എല്ലാം പോയി പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അടുത്ത ദിവസം അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ബൈ.